അപ്പോഴേ ഇന്ന് നമുക്കൊരു മാമ്പഴപ്പുളിശ്ശേരി ആയാലോ? ആവാല്ലേ? മാമ്പഴത്തിന് വേണ്ടി ഒരു ചേഞ്ചൊക്കെ. എന്നും ഇങ്ങനെ പഴുത്ത് മുറിച്ച് തിന്നാൽ എന്താ രസം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ശർക്കര വെള്ളത്തിലിട്ടൊന്ന് അലിയിച്ചെടുക്കാം. പിന്നെ ഈ റെസിപ്പി ഇല്ലേ നമ്മുടെ സിനിമാ നടി ഊർമിള ഉണ്ണിയില്ലേ അവരുടെ റെസിപ്പി കോപ്പിയടിച്ചതാണേ. പിന്നെ മാങ്ങ അവിടെ നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നേരം അവിടെ കിടന്ന് പുഴുങ്ങട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്ക് പച്ചമുളകും തൈരും ഒരു നുള്ളു മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ പാടെ ഇട്ടൊന്ന് അരച്ച് വെക്കാം കേട്ടോ. അത് അവിടെ കിടന്ന് അരയട്ടെ. അത് അരച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാനാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞത് നമ്മൾ കോപ്പി അടിച്ച് ചെയ്യണതുകൊണ്ട് നമുക്കത് വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പോഴത്തേനും ഞാൻ അടുപ്പിലാണ് കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കണേ. തീ കുറച്ച് കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല. ആ മാങ്ങ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ വെന്ത ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കരപ്പാനിയില്ലേ അത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. ആ മാങ്ങയും മറ്റേ പാനിയും ഒന്ന് സെറ്റായി വരുന്ന ടൈം എടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതിൽ കുറച്ച് നെയ്യ്, നമുക്ക് പശുവിൻ്റെ നെയ്യില്ലേ ആ നെയ്യ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണേ. എന്നിട്ട് വേണം നമ്മൾ ഈ അരപ്പ് അതൊക്കെ ഒഴിച്ചെടുക്കാൻ. അരപ്പൊഴിക്കണ ഭാഗം വരെ അത് മിക്സായിപ്പോയി. പിന്നെ അതിൽ വെള്ളം കൂട്ടിയുള്ള ഭാഗം ഞാൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. അതിന് ശേഷം ഈ മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ഇതിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ നെയ്യിൽ തന്നെ കടുക് പൊട്ടിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റിന് എനിക്ക് തോന്നിയത്. അപ്പോൾ നെയ്യിൽ കടുകും വേപ്പിനെല്ലാം ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ അതൊക്കെ ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണുന്നത്. അതേപോലെ തന്നെ കേട്ടോ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ചോറും ചക്കക്കൂട്ടാനും പിന്നെ മീൻ പൊരിച്ചതും പിന്നെ അച്ചാറും പിന്നെ ഒരു തോരനും പിന്നെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി. എൻ്റെ ഉമ്മി എൻ്റെ വായിലെപ്പോഴും വെള്ളം വരുന്നു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. സംഭവം കിടുവാണ്, പൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. അപ്പോൾ ടാറ്റ ബൈ.